മുതൽ എല്ലാ ഇസ്രയേലി സൈനികരും പോലീസ് സേനയിലുള്ളവരും നിർബന്ധമായും അറബി ഭാഷ പഠിക്കണം. ഖുറാനിലും ഇസ്ലാം മതത്തിലും അറിയുന്നവരായിരിക്കണം. ഇസ്രായേൽ സേന അവരുടെ സൈനിക പരിശീലനത്തിനുള്ള പുതിയ മാനദണ്ഡങ്ങൾ പുറത്തിറക്കി. അറബി ഭാഷയും ഖുറാനും ഇസ്ലാമും ജൂതരും നിർബന്ധമായും പഠിച്ചിരിക്കണം എന്നതിപ്പോൾ ആഗോളതലത്തിൽ അമ്പരപ്പുണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ സൈന്യത്തിൽ ഇസ്ലാം പഠിക്കുവാനും അറബി പഠിക്കുവാനും നിർബന്ധമായി പറയുന്നതെന്ന ചോദ്യങ്ങളും ഉയർന്നു കേൾക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യമായി ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നത് ഇന്റലിജൻസ് സ്റ്റാഫിന്റെ വിശകലന ശേഷി ശക്തിപ്പെടുത്തുക എന്നതാണ്. അടുത്ത വർഷം അവസാനത്തോടു കൂടി തന്നെ അമാൻ ഉദ്യോഗസ്ഥരിൽ 100% പേർക്കെങ്കിലും ഇസ്ലാമിക പഠനത്തിൽ പരിശീലനം നൽകും. അവരിൽ 50% പേർക്ക് അറബി ഭാഷ പരിശീലനവും നൽകും. അമാൻ മേധാവി മേജർ ജനറലായ സ്ലോമി വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ ചില ഉത്തരവുകൾ മാറ്റങ്ങൾക്ക് ഉത്തരവിട്ടിരിക്കുകയാണ്. ഇതുവരെ സംസ്കാരം, ഭാഷ, ഇസ്ലാം എന്നിവയിൽ ആ ഒരു മേഖലയിലെ മികവ് പുലർത്താൻ സാധിച്ചിട്ടില്ല. ആയതിനാൽ തന്നെ സേനയെ ഇതിനോട് പ്രാപ്തരാക്കാൻ വേണ്ടിയാണ് ഇത് നിർബന്ധമായും തന്നെ ഇസ്രായേൽ സേനയിൽ അത് കൂട്ടിച്ചേർക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഹൂതി ആശയവിനിമയങ്ങൾ മനസ്സിലാക്കുന്നതിൽ അതുപോലെ രഹസ്യ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ബുദ്ധിമുട്ട് നേരിടുന്നതിനാൽ ഹൂതി ഇറാഖി ഭാഷകളിൽ പ്രത്യേക പരിശീലനം നൽകുന്നതിനും ഈ പരിപാടി ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. യമനിലും അറബ് രാജ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളിലും സാമാന്യമായ ഖത്തിന്റെ ഉപയോഗം സംസാര വ്യക്തതയെ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മാത്രമല്ല സംസ്കാരം, ഭാഷ, ഇസ്ലാം എന്നീ മേഖലകളിൽ നമ്മൾ ഇതുവരെയും വേണ്ടത്ര ഒരു മികവ് പുലർത്തിയിട്ടില്ല. ഈ മേഖലയിൽ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും നമ്മുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുടെയും സൈനികരുടെയും ഒരു ശ്രമത്തിൽ അത് വളർന്നുകൊണ്ട് അറബ് കുട്ടികൾക്കായി അത് മാറ്റില്ല. പക്ഷേ ഭാഷ, സാംസ്കാരിക പഠനത്തിലൂടെ നമുക്ക് അവരിൽ സംശയവും ആഴത്തിലുള്ള നിരീക്ഷണവും വളർത്താൻ കഴിയുമെന്നാണ് അമാനിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനായ വ്യക്തി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇസ്ലാമിക വിദ്യാഭ്യാസത്തിനായി ഒരു പുതിയ വകുപ്പ് രൂപീകരിക്കുമെന്ന് ആർമി അവിടുത്തെ വ്യക്തമാക്കിയ ലേഖനങ്ങളിൽ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇസ്രായേലി മിഡിൽ ഹൈസ്കൂളുകൾ അറബി, മിഡിൽ ഈസ്റ്റേൺ പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി തന്നെ സമർപ്പിച്ചിരിക്കുന്നതായും ഒരു വകുപ്പായ ടെലീം വീണ്ടും തുറക്കുവാനും IDF പദ്ധതിയിടുന്നതായും വ്യക്തമാകുന്നു. ബഡ്ജറ്റ് പരിമിതികൾ കാരണം നേരത്തെ തന്നെ വകുപ്പുകൾ അടച്ചിരിക്കുകയാണ് ചെയ്തത്. അതിന്റെ ഫലമായി തന്നെ രാജ്യത്ത് അറബി പഠിക്കാനുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഉത്തരവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു മുതിർന്ന അമാൻ ഉദ്യോഗസ്ഥൻ ഇസ്രായേലി ആർമി റേഡിയോയോട് പറഞ്ഞത് ഇക്കാര്യങ്ങളാണ്. ഇതുവരെ സംസ്കാരം, ഭാഷ, ഇസ്ലാം എന്നീ മേഖലയിൽ നമ്മൾ വേണ്ടത്ര മികവ് പുലർത്തിയിട്ടില്ല. ഈ മേഖലയിൽ നമ്മൾ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് എന്നും നമ്മുടെ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും സൈനികരും ഒരു ഗ്രാമത്തിൽ വളർന്ന അറബ് കുട്ടികളായി മാറ്റമില്ല. പക്ഷേ ഭാഷ, സംസ്കാരം പഠനത്തിലൂടെ നമുക്ക് അവരിൽ സംശയങ്ങളും ആഴത്തിലുള്ള നിരീക്ഷണവും വളർത്താൻ കഴിയും. ഇസ്ലാമിക അറബിക് വിദ്യാഭ്യാസം നൽകുന്നതിനായി തന്നെ ഒരു പുതിയൊരു വകുപ്പ് സൃഷ്ടിക്കാൻ അല്ലെങ്കിൽ സ്ഥാപിക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലാണിപ്പോൾ അവിടുത്തെ ഉദ്യോഗസ്ഥർ. മാത്രമല്ല ഇത് മറ്റൊരു വകുപ്പായി തന്നെ എടുക്കാനും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഉദ്ദേശങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇതിനായുള്ള തയ്യാറെടുപ്പുകളും പദ്ധതികളും സ്വരുക്കൂട്ടുകയാണ് ഇപ്പോൾ IDF ചെയ്യുന്നത്. മാത്രമല്ല ഇത് മുന്നേ ആവിഷ്കരിക്കേണ്ടിയിരുന്ന ഒരു കാര്യം തന്നെയാണ് എന്നും ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നു. എന്നാൽ ബഡ്ജറ്റ് പരിമിതികൾ കാരണം ഇതിന് നേരത്തെ തന്നെ ഇത്തരത്തിലുള്ള സംഗതികളെല്ലാം തന്നെ അടച്ചുപൂട്ടേണ്ട ഗതികേട്ടിലേക്ക് വരുന്നതിനാൽ മാത്രമായിരുന്നു ഇത് മുന്നോട്ട് കൊണ്ടുപോകാഞ്ഞത് എന്നതാണ് വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.